ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. ഹലോ കൂട്ടുകാരെ, നമുക്കൊരു മെയിൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് മോദ ഫിഷാണ്. അത് ഞാൻ ഉപ്പ്, മഞ്ഞൾ, മുളക്, നാരങ്ങനീര് ഇവ ചേർത്ത് മിക്സ് ചെയ്ത് തിരുമ്മി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് മിക്സിങ്ങിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ആദ്യം കുറച്ച് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു 2 ചെറിയ സവോള അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താക്കണതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ മുമ്പേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നന്നായിട്ട് വാട്ടി എടുക്കണം. മീനിൽ ഉപ്പിട്ടേക്കുന്നതാണ് കേട്ടോ, ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പ്. സവോള കുറച്ച് വാടിയിട്ടുണ്ട്. തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അതും ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിട്ട് കൊടുക്കണം. വേപ്പിലിട്ടിട്ടില്ല, ഒരു 2-3 തണ്ട് ഇട്ടില്ല. ഒന്ന് നല്ലോണം വെന്ത് ഉടയണം. ഇത് ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ. സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില വാടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്തേക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ തന്നെയാണ് കേട്ടോ. അത് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇത് ഇടണമെന്ന് നിർബന്ധമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഇതെന്ത് ഉടഞ്ഞ് വരണം. തിളയ്ക്കുന്നത് വരെ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ചെയ്യാം. തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് മീൻ പച്ചക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മീനൊന്ന് വേവണം. ഗ്രേവിയൊക്കെ അതിൻ്റെ മീതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് വേവിച്ചിട്ട് ഗ്രേവി വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു വശം വെന്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വെന്ത് കിട്ടണമല്ലോ. മീൻ വേവുകയും ചെയ്യണം, അതിൻ്റെ ഗ്രേവി വറ്റി ഫ്രൈ ആവുകയും ചെയ്യണം. മീൻ വെന്ത് കിട്ടണമല്ലോ. ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് മീൻ വെന്ത് വരണം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ വേവിച്ചിട്ട് മീൻ നന്നായിട്ട് വെന്ത് ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. മീൻ വാങ്ങിക്കുന്ന ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്ത് നോക്കാത്ത അഭിപ്രായങ്ങളുടെ റേറ്റ് ഇഷ്ടപ്പെട്ട നമ്മൾ എൻ്റെ റെസിപ്പികൾ കാണാൻ ശ്രമിക്കണേ. കാണുന്നവർ ലൈക്ക് ചെയ്യാനൊക്കെ മനസ്സിനോട് കാണിക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒറ്റി വരുന്ന വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന ഗ്രേവി പോയിട്ടുണ്ടെങ്കിൽ ഗ്രേവി എടുത്ത് ഇട്ട് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് ഇതിനെ പിടിച്ചിരിക്കാം. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ശരിക്കും ഇതായിട്ട് കിട്ടില്ല.
മറിച്ചിടുന്ന ഗ്രേവി പോകും. അപ്പോൾ ഗ്രേവി എടുത്ത് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ തന്നെ നമുക്ക് വയന്ന് വെള്ളം മഞ്ഞിലേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ല ഒരുവിധം ഇത് മരിച്ചെടുക്കും. ഗ്രേവി ഉള്ളത് കൊണ്ട് അങ്ങനെ ശരിക്കും വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആക്കണ പോലെ ആവില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ ഇത് പിന്നെയും പിന്നെയും ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടാവും കേട്ടോ. അതുപോലെ അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അരപ്പൊക്കെ അതിൻ്റെ ഇതിലേക്ക് കുറച്ച് എടുത്തിരിക്കുക. കൊട്ടും നല്ലോണം വറ്റി അതിനകത്തൊക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത്ര മതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് നോക്കി. അടിപൊളി, സൂപ്പർ. ഞാൻ പറയണതല്ല കേട്ടോ, അതുപോലെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിൽ മീൻ റെസിപ്പി. മീൻ വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള മീൻ ഫ്രൈ എന്ന് പറയാം. ഫ്രൈ ആണ് ശരിക്കും. ഗ്രേവി അതിനകത്ത് പിടിച്ച് പതുക്കെ വെന്ത് അതിനകത്ത് എല്ലാ ഗ്രേവിയും പിടിച്ച് അടിപൊളി ടേസ്റ്റിൽ വന്നേക്കുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. കാണുന്നവരിലേക്ക് ഇത് കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ. സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.